സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് രാജാക്കന്മാരെയും വീരന്മാരെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ സ്വന്തം ജനങ്ങൾക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു രാജാവിനെ പോലെ പോരാടിയ ജനനായകനുണ്ട് കേരളത്തിൽ. പുലിയ രാജാവ് എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച വില്ലുവണ്ടിയിലേറി ചരിത്രം തിരുത്തിയ മഹാത്മാ അയ്യങ്കാളി. ആരായിരുന്നു അയ്യങ്കാളി? അദ്ദേഹം നടത്തിയ ആ വിപ്ലവങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഒരൊറ്റ നൂറ്റാണ്ട് പുറകോട്ട് സഞ്ചരിക്കാം. ഇന്നത്തെ കേരളമല്ല അന്ന്. ജാതി ചിന്തകൾ തലയ്ക്കു പിടിച്ച ഒരു ഭ്രാന്താലയമായിരുന്നു അന്നത്തെ തിരുവിതാംകൂർ. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് നല്ല വസ്ത്രം ധരിക്കാൻ അവകാശമില്ല. പൊതുവഴിയിലൂടെ നടക്കാൻ അവകാശമില്ല. എന്തിന്, വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ട ഒരു ഇരുണ്ട കാലഘട്ടം. ആ കാലത്താണ് 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരത്തെ വെങ്ങാനൂരിൽ പെരുമാളുടെയും മാളയുടെയും മകനായി അയ്യങ്കാളി ജനിക്കുന്നത്. അയ്യൻ എന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്ന ആ കുട്ടി വളർന്നപ്പോൾ ചുറ്റുമുള്ള അനീതികൾ അവനെ അസ്വസ്ഥനാക്കി. കഠിനാധ്വാനം ചെയ്യുന്ന തൻ്റെ ജനങ്ങൾക്ക് വഴി നടക്കാൻ പോലും അനുവാദമില്ലാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം അവൻ്റെ മനസ്സിൽ കനലായി എരിഞ്ഞു. ഒടുവിൽ ആ അനീതിക്കെതിരെ ഒറ്റയ്ക്ക് പോരാടാൻ തന്നെ അയ്യങ്കാളി തീരുമാനിച്ചു. വർഷം 1893. 29-ാം വയസ്സിൽ അയ്യങ്കാളി ഒരു വിപ്ലവത്തിന് തുടക്കമിട്ടു. അന്ന് സവർണർക്ക് മാത്രം സഞ്ചരിക്കാൻ അവകാശമുണ്ടായിരുന്ന പൊതുവഴിയിലൂടെ 2 വെള്ളക്കാളകളെ പൂട്ടിയ മണികൾ കിലുങ്ങുന്ന ഒരു വില്ലുവണ്ടി വാങ്ങി അയ്യങ്കാളി യാത്ര തിരിച്ചു. തലപ്പാവ് ധരിച്ച് രാജകീയ വസ്ത്രമണിഞ്ഞ് ആ വില്ലുവണ്ടിയിലിരുന്ന് അദ്ദേഹം ചാട്ടവാർ വായുവിൽ വീശിപ്പാറ്റിയപ്പോൾ അത് കേവലം ഒരു യാത്രയായിരുന്നില്ല. നൂറ്റാണ്ടുകളായുള്ള അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ ഒരു സിംഹഗർജനമായിരുന്നു അത്. തടയാൻ വന്ന സവർണ പ്രമാണികളെ അദ്ദേഹം ധീരമായി നേരിട്ടു. അങ്ങനെ കേരള ചരിത്രത്തിലെ ആദ്യത്തെ റോഡ് ഉപരോധ സമരം വിജയം കണ്ടു. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയ ശേഷം അയ്യങ്കാളി അടുത്ത ലക്ഷ്യത്തിലേക്ക് തിരിഞ്ഞു: വിദ്യാഭ്യാസം. താഴ്ന്ന ജാതിക്കാരായ കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ പ്രവേശനം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ അധികാരികൾ അത് വിസമ്മതിച്ചു. 1914 ഊരൂട്ടമ്പലം സ്കൂളിൽ ഒരു പുലിയ പെൺകുട്ടിയായ പഞ്ചമിയെയും കൂട്ടി അയ്യങ്കാളി പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ സവർണർ സ്കൂൾ തീയിട്ട് നശിപ്പിച്ചു. അവിടെയാണ് അയ്യങ്കാളി തൻ്റെ അടുത്ത യന്ത്രം പുറത്തെടുത്തത്: ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം. അദ്ദേഹം പ്രഖ്യാപിച്ചു: ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ വിദ്യാലയങ്ങൾ തുറന്നു തരുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ ഞങ്ങൾ പണിക്കിറങ്ങില്ല. മാസങ്ങളോളം പാടങ്ങൾ കൊയ്യാതെ കിടന്നു. ഒടുവിൽ പ്രമാണികൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു. വിദ്യാലയങ്ങളുടെ വാതിലുകൾ ആ കുട്ടികൾക്കായി തുറക്കപ്പെട്ടു. സാധുജന പരിപാലന സംഘം രൂപീകരിച്ച് തൻ്റെ ജനതയെ ഒന്നടങ്കം മാറ്റിമറിച്ച ആ മഹാത്മാവ് 1941 ജൂൺ 18 അന്തരിച്ചു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല സ്വാതന്ത്ര്യങ്ങളുടെയും പിന്നിൽ അയ്യങ്കാളിയെ പോലുള്ള മഹത്തുക്കളുടെ ചോരയും വിയർപ്പുമുണ്ട്. വില്ലുവണ്ടിയിലേറി അന്ന് ചരിത്രം തിരുത്തിയ ഈ ജനനായകനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.